കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മുരുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. അതായത് ഭഗവാന്റെ മുരുകദേവൻ്റെ ജന്മദിനം. വൈകാസി മാസത്തിലെ, തമിഴ് മാസമായ വൈകാസി മാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് ഭഗവാൻ അവതരിച്ചത് എന്നാണ് വിശ്വാസം. വിശാഖം നക്ഷത്രം ആരംഭിക്കുന്നത് 2026 മെയ് മാസം 29 രാവിലെ 10:38 മുതൽ 30 ഉച്ചയ്ക്ക് 1:20 വരെയാണ്. ഉദയത്തിൽ വിശാഖമുള്ള 30 ഭഗവാന്റെ ജന്മദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. ശിവപാർവതിമാരുടെ പുത്രനാണ്. ധൈര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവനാണ് മുരുകൻ. മുരുകദേവൻ്റെ അവതാരം തന്നെ ശത്രുക്കളെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശൂരപത്മാസുരനും മറ്റുള്ള അസുരന്മാരും ദേവന്മാരെ ഉപദ്രവിച്ച് അവരെ സ്വർഗത്തിൽ നിന്നും ആട്ടി ഓടിച്ചിരിക്കുകയാണ്. ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വരം അവർക്കുണ്ട്. ശിവപുത്രൻ ഒരിക്കലും ജനിക്കുകയില്ല എന്ന ഒരു അഹങ്കാരം അവർക്കുണ്ട്. കാരണം ആ സമയം മഹാദേവൻ സതീദേവിയുടെ വിയോഗത്താൽ തപസ്സനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ദേവന്മാർ കാമദേവനെ കൈലാസത്തിലേക്ക് അയക്കുന്നു. ശ്രീ പാർവതീദേവി ഹിമവാന്റെ പുത്രിയായി അവതരിച്ചിരിക്കുന്നു. ദേവി കൊടും തപസ്സിലാണ് ഭഗവാനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കാമദേവൻ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. പിന്നീട് കാമദേവൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതിനുശേഷം ശിവപാർവതി വിവാഹം നടക്കുന്നു. പക്ഷേ ഏറെക്കാലമായിട്ടും അവർക്ക് ഒരു പുത്രൻ ജനിക്കുന്നില്ല. വീണ്ടും ദേവന്മാർ എവിടെ എത്തിച്ചേരുന്നു? കൈലാസത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ കൈലാസത്തിൽ എത്തിച്ചേർന്ന ദേവന്മാർ ഭഗവാനോട് തങ്ങളുടെ സങ്കടം പറയുകയാണ്. പെട്ടെന്ന് തന്നെ അതുവരെ ശാന്തസ്വരൂപനായി കാണപ്പെട്ടിരുന്ന മഹേശ്വരൻ പെട്ടെന്ന് രൗദ്രാകാരനായി മാറി എന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. ഭഗവാന്റെ ആ ഭാവഭേദത്തിൽ പ്രപഞ്ചമാകെ നടുങ്ങി എന്ന് പറയുന്നു. അതുവരെ പഞ്ചമുഖനായി കാണപ്പെട്ടിരുന്ന മഹേശ്വരൻ ജ്ഞാനികളും യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖമുൾപ്പെടെ അറുമുഖനായി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രപഞ്ചമാകെ നടുങ്ങി വിറച്ചു. ആ സമയത്ത് ദേവന്മാർ വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണം, അങ്ങ് പ്രപഞ്ചത്തെ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഗംഗാധരനോട് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി 6 തേജോമുഖങ്ങളോടെ ജ്വലന ഭീമാകാരനായി ദർശനമരുളി നിന്നിരുന്ന ഗംഗാധരൻ ഏകമുഖഭാവത്തോടുകൂടി ദിവ്യനായി ശാന്തനായി പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും പുറത്തേക്ക് വന്ന അഗ്നിജ്വാലകൾ തൻ്റെ മുമ്പിൽ തന്നെ വരട്ടെ എന്ന് സർവേശ്വരൻ കൽപ്പിക്കുന്നു. ആ സമയത്ത് പ്രപഞ്ചമെങ്ങും ജ്വലിച്ചു നിന്നിരുന്ന ആ ശിവാഗ്നിനാളങ്ങൾ ഉടൻ തന്നെ 6 രൂപങ്ങൾ പ്രാപിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭവ്യതയോടുകൂടി ഭഗവാനെ വണങ്ങി നിന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ, നിങ്ങൾ 6 ദിവ്യ ജ്യോതിസുകൾ ഭഗവാന്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്ന ആ ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഭഗവാൻ ആ ദിവ്യ ജ്യോതിസുകളെ, ആ 6 ജ്യോതിസുകളെ അങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് മന്ദഹസിച്ചു.
എന്നിട്ട് അഗ്നിദേവനെയും വായുദേവനെയും തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഈ ശിവജ്യോതിസുകൾ കൈകളിൽ വഹിച്ചുകൊണ്ട് ഗംഗയിൽ കൊണ്ടുചെന്ന് ഒഴുക്കണം എന്ന് പറയുന്നു. വായുദേവനും അഗ്നിദേവനും പേടിച്ചുപോയി. കാരണം ലോകത്തെ തന്നെ കത്തിച്ചു ചാമ്പലാക്കാൻ ശേഷിയുള്ള ഈ അഗ്നികളെ തങ്ങളുടെ കൈകളിൽ എങ്ങനെ വഹിക്കും എന്ന ചിന്തയാണ് അവരെ പേടിപ്പിച്ചത്. അവർക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് മഹേശ്വരൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ വായുദേവനും അഗ്നിദേവനും മാറി മാറി ഈ അഗ്നിസ്ഫുലിംഗങ്ങളെ തങ്ങളുടെ കൈകളിൽ വഹിച്ചുകൊണ്ട് ഗംഗാനദിയുടെ തീരത്ത് എത്തുന്നു. അങ്ങനെ അവര് ഭക്തിപൂർവം ഈ ശിവജ്യോതിസുകളെ, ഈ 6 ജ്യോതിസുകളെയും ഗംഗയിൽ അർപ്പിക്കുന്നു. ഈ ജ്യോതിസുകളുടെ അഗ്നിയാൽ, ശക്തിയാൽ ഗംഗാജലം തിളച്ചു മറിഞ്ഞു. ഗംഗാദേവി അതീവ ശ്രദ്ധയോടുകൂടി ഈ ശിവാഗ്നി കിരണങ്ങളെ താലോലിച്ച് എവിടെ കൊണ്ടുചെന്നു? ശരവണപ്പൊയ്കയിൽ കൊണ്ടുചെന്നു. എന്നിട്ട് ദേവന്മാരെല്ലാവരും ഈ ശരവണപ്പൊയ്കയുടെ തീരത്ത് കാവൽ നിന്നു. ആ സമയത്ത് അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെടുന്ന ആ പരമേശ്വര ജ്യോതിസ് ഒരു ശിശുവിൻ്റെ ഉടൽ രൂപം കൊള്ളുകയും പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും 6 ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായി മുരുകദേവനായി ശരവണപ്പൊയ്കയിൽ അവതരിക്കുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെയാണ് ശരവണപ്പൊയ്കയിൽ മുരുകദേവൻ അവതരിച്ചത്. അങ്ങനെ ഭഗവാൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ച ആ ദിവസമാണ് വൈകാശി മാസത്തിലെ വിശാഖം നക്ഷത്രം. അത് 2026 മെയ് മാസം 30 പിന്നീട് മഹാവിഷ്ണുവാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നതിനായി കാർത്തിക മങ്കമാരെ നിയോഗിക്കുന്നത്. കാർത്തിക മങ്കമാരാണ് പിന്നീട് ഭഗവാനെ കുറേ കാലം വളർത്തുന്നത്. പിന്നീട് മഹാദേവനും ശ്രീ പാർവതീദേവിയും ശരവണപ്പൊയ്കയുടെ തീരത്തേക്ക് എഴുന്നള്ളുകയും 6 രൂപത്തിൽ 6 ശിശുക്കളായി അവിടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന ആ 6 ബാലന്മാരെയും അമ്മയായ പാർവതീദേവി എടുത്ത് ആലിംഗനം ചെയ്തപ്പോൾ അവരുടെ ആ 6 ഉടലുകളും ഒന്നായി ഭവിക്കുകയും 6 ശിരസ്സുകൾ ഉണ്ടാവുകയും ചെയ്തു. 6 ശിരസ്സുകൾ 6 ശിരസ്സുകളായി നിൽക്കുകയും ഉടൽ ഒന്നാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാന് സ്കന്ദൻ എന്നു പേര് കിട്ടിയത്. അങ്ങനെ ഭഗവാൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ച ദിവസമാണ് വൈകാസി മാസത്തിലെ വിശാഖം. ഭഗവാനെ കൈലാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ദുഃഖിച്ചിരുന്ന കാർത്തിക മങ്കമാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ആര് കാർത്തിക ദിവസം എന്നെ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ നൽകും എന്നും ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ധൈര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവനായ മുരുകൻ അവതരിച്ച ദിവസമാണ് വൈകാസി വിശാഖമായ മെയ് മാസം 30 അതുകൊണ്ട് തന്നെ മുരുകഭക്തര് അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അന്ന് മുരുകഭക്തർ മുരുകക്ഷേത്ര ദർശനം നടത്തുകയും മുരുകന് പാലഭിഷേകം ചെയ്യുകയും ചെയ്യും. അന്നേ ദിവസം നമുക്ക് ഭഗവാന് പാലഭിഷേകം ചെയ്യുകയോ അല്ലെങ്കിൽ ഭഗവാന് ജന്മദിന സമ്മാനങ്ങൾ കൊടുക്കുകയോ ചെയ്യാം. മഞ്ഞപ്പട്ട് സമർപ്പിക്കാം, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാലകൾ സമർപ്പിക്കാം,
നമുക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യാം, പാലഭിഷേകം ചെയ്യാം. അതൊക്കെ തന്നെ നമ്മുടെ ഇഷ്ടം. എന്താണോ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയുള്ള ജന്മദിന സമ്മാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഭഗവാന് അന്നേ ദിവസം കൊടുത്തു പ്രാർത്ഥിക്കാം. മുൻജന്മദോഷങ്ങൾ മാറുന്നതിന്, കടങ്ങൾ മാറുന്നതിന്, ദുരിതങ്ങൾ മാറുന്നതിന്, കുടുംബദോഷങ്ങൾ, ജാതകദോഷങ്ങൾ, വിവാഹദോഷങ്ങൾ, വിവാഹം നടക്കാതിരിക്കുക, കുട്ടികൾക്ക് ശ്രേഷ്ഠതയുണ്ടാവുക. ഭഗവാന്റെ തിരു അവതാര കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓം ഷൺമുഖായ നമഃ എന്ന് നിരന്തരം ജപിച്ചുകൊള്ളുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.